ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് ഇൻ തായ്ലൻഡ്. ഉണ്ടോ? വെൽക്കം ടു തായ്ലൻഡ്. ഞങ്ങൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ ഇവിടെ തായ്ലൻഡിൽ വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ബാഗൊക്കെ കൊണ്ട് നടക്കുന്നു. ലഗേജ് ഒന്നും കിട്ടിയിട്ടില്ല. ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഗുഡ് മോർണിംഗ് ഫ്രം തായ്ലൻഡ്. ഇതിന് അടുത്ത സ്ഥലത്തോട്ട് പോയാലോ? എന്റെ പേരെങ്ങാനും ഇവിടെ ഉണ്ടോ എന്ന് നോക്കുവാണ്. ഞങ്ങളെ വിളിക്കാൻ ആരെയും വന്നോന്ന് അറിയണ്ടേ? എവിടെ? അതെ, അഞ്ചു പോക്കട്ട്. അഞ്ചു പോക്കട്ട് അർജുനൻ നായർ. ഈ ലേഡിയാണ് ഞങ്ങൾ വിളിക്കാൻ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് എന്റെ പേര് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ബോർഡിന് പേരൊക്കെ കേട്ടിട്ട് പോവാണ്. പുറത്തേക്ക് പോവാണ്. തായ്ലൻഡിലേക്ക്. ഞങ്ങള് ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് 7 മണിയായി. എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കാർ വന്നിരിക്കുകയാണ്. ഈ ഒരു ടൊയോട്ട വാനാണ് ഞങ്ങളുടെ കാർ. ഞങ്ങളെല്ലാം ബാഗ് കൊണ്ട് വാനിലേക്ക് കയറാൻ പോവാ. ഞങ്ങളതിന് ഞങ്ങളുടെ വാനിൽ കയറി പോവാണ്. ദേ ശിവഗംഗ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ഇത് രണ്ടും ഫ്രണ്ടിലിട്ട്. ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് വരണം. ഇത് കുറച്ച് ലക്ഷറി വെഹിക്കിൾ പോലെ തോന്നുന്നു. ഭയങ്കര ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്. ടൊയോട്ടയാണ് സംഭവം. പക്ഷെ എന്നാലും ഒരു പണ്ടത്തെ നമ്മുടെ ഒരു വീഡിയോ കോച്ച് ബസ്സിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ട്. അത് വീഡിയോ കോച്ച് എന്താന്ന് വെച്ചാൽ പണ്ട് ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോ കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് ഇതുപോലത്തെ ബസ് കയറുക. ട്രാവലറല്ല, പണ്ടത്തെ കാര്യം. അത് ശരിയാ, ഒരുപാട് പണ്ടത്തെ കാര്യം പറഞ്ഞു. ഇപ്പത്തെ കാര്യം പറഞ്ഞാൽ മതി. ജസ്റ്റ് 20 years ബാക്കിലുള്ള കാര്യം മാത്രം പറയാം. We are not old, we are just young. ഇനി അധികം വീഡിയോ എടുത്തോണ്ടിരുന്ന പപ്പി ഓരോ വയസ്സൊക്കെ പറയാൻ തുടങ്ങും. അതുകൊണ്ട് ഇപ്പൊ തന്നെ വീഡിയോ കട്ട് ചെയ്യാം. ബാങ്കോക്കിലെ എയർപോർട്ടിൽ നിന്ന് പട്ടായയിലേക്ക് പോകുന്ന വഴി ഒരു ടൈഗർ പാർക്കിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരുന്നത്. പട്ടായയിലാണ് ഫസ്റ്റ് 2 ദിവസം. അപ്പോൾ ഈ ടൈഗർ പാർക്കിലെ റെസ്റ്റോറൻറ്റിൽ മാത്രമേ ഞങ്ങൾക്ക് എൻട്രി ഉള്ളൂ. നല്ല ടേസ്റ്റി ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അവർ ഞങ്ങൾക്ക് വേണ്ടി അവിടെ റെഡിയാക്കിയിരുന്നത്. തായ്ലൻഡിലെ ബ്രേക്ക്ഫാസ്റ്റ് പുലിയുടെ അടുത്തിരുന്നായിരുന്നു. കണ്ടോ, ഇവിടെ ഒരു പുലി കിടക്കുന്നുണ്ട്. പുലിയുടെ കടയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇപ്പോൾ കിടന്നുറങ്ങുവാണെങ്കിലും ഞങ്ങൾ വന്ന സമയത്ത് അനങ്ങുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് അനങ്ങുന്നുണ്ട്. രാവിലെ 10:30 ആയപ്പോഴേക്കും പട്ടായയിലെ ഞങ്ങളുടെ ഗോൾഡൻ സീ ഹോട്ടലിലെത്തി. അവിടെ ലഗേജെല്ലാം ഏൽപ്പിച്ച് ഞങ്ങൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തായ്ലൻഡിലെ ലൂലു വില്ലേജിൽ വന്നിരിക്കുകയാണത്. ഓരോരുത്തരായിട്ട് ഇറങ്ങി വരും. വീഡിയോയാ. അയ്യോ, ഇതെങ്ങനെയാ താത്തണ? ഒരു കൈ വന്നു. അതാ പപ്പിനെ അവിടെ താത്തുന്നുണ്ട് അവര്. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ ജിപ്സി. ശിവഗംഗയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ന്യൂ നോർത്ത് വില്ലേജിൽ എന്തൊക്കെ കാഴ്ച ഉണ്ടെന്ന് കാണാൻ പോവാ. അവര് നമുക്ക് എല്ലാവർക്കും ഓരോ സ്റ്റിക്കർ തന്നെ. സ്റ്റിക്കറുണ്ട്. അകത്തേക്ക് പോവാണ്. എല്ലാരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ന്യൂ നൂച്ച് വില്ലേജ് എന്നുള്ള രീതിയിൽ ഞങ്ങളും ഇപ്പോൾ ഫോട്ടോ എടുക്കും. അത്രയും രീതി ഞങ്ങളുടെ ഗിഫ്റ്റ് ഞങ്ങളെ ഓരോ സ്ഥലങ്ങളും കാണിച്ചു തരും. ഒരു ഗാർഡൻ ഇൻ ദ വില്ലേജ്, ഫ്ലവർ ഗാർഡൻ ആണെന്ന് തോന്നുന്നു. കഫേ ഉണ്ട്. ഓരോ സ്ഥലങ്ങളും ഞങ്ങൾ ഇങ്ങനെ കണ്ടു പോകും. ഇവരൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മരങ്ങളാണ് ബോൺസായി. ഈ നല്ല രസമുണ്ട്. ഈ സ്റ്റോൺ ഇങ്ങനെ അറേഞ്ച് വെച്ചിട്ട് നമ്മുടെ പെബിൾസ് ആണിത്, പല കളർ പെബിൾസ്. ഇതെല്ലാം ന്യൂ നൂച്ച് വില്ലേജിലെ കാഴ്ചകളാണ്. കുറേ ഗോപുരങ്ങളും പിന്നെ കുറെ ബോൺസായികളും ഉണ്ട്. ഇവിടെ ഒറിജിനൽ ആനകൾ, നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ എലിഫന്റ് ആണെന്ന് തോന്നുന്നു ലക്ഷം കണ്ടിട്ട്. പക്ഷെ നമ്മുടെ നാടിന്റെ അത്ര ഐശ്വര്യമുള്ള ആനയൊന്നുമില്ല. പക്ഷെ ഇതാണ് ആഫ്രിക്കൻ എലിഫന്റ്. അത്രയും നീളമുള്ള കൊമ്പൊന്നും നമ്മുടെ ഇന്ത്യനിൽ ഇല്ലെന്ന് തോന്നുന്നു. അവര് സഫാരി ചെയ്യുന്നതാണ് ഒറിജിനൽ. ഇതാ ഇവിടെ ഉണ്ട് കുറെ ആനകള്.
ഈ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഫ്ലവേഴ്സ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇവിടെ ഉണ്ട് കുറെ. പിന്നെ ഇവിടുത്തെ കുറെ ടെമ്പിൾസ്. ഞങ്ങളുടെ ഗിഫ്റ്റ് അവിടെ പോയി നോക്കട്ടെ. അവിടെ ഇന്ത്യൻ കുസിൻ റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഷോ എല്ലാം കഴിഞ്ഞ് അവിടെ ഒന്ന് കഴിക്കണം എന്ന് ജിപ്സി പറഞ്ഞു. ഇതിവിടെ ഓപ്പൺ ആവുന്ന എഴുതിയിട്ടുണ്ട്. ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയില്ല. ഞങ്ങളിങ്ങനെ ബസ്സിൽ കയറാൻ പോവാണ് എല്ലാവരും കൂടെ. ഇതാണ് ഇതിന്റെ അകത്ത് ടൂറ് നമ്മളെ കൊണ്ടുപോകുന്ന ബസ്. കാണാൻ ഭംഗിയിട്ടല്ല. എല്ലാവർക്കും കയറാൻ സാധനം. മേഘ എവിടെ കയറി? പപ്പിയ ഒറ്റയ്ക്ക് ഇരിക്കണ്ടടാ. മേഘാന്റിനെ ഒന്ന് അടുത്തൊന്നിരിക്കും. ബാ ഇവിടെ വന്നിരിക്കേ. ഞങ്ങളിങ്ങനെ ബസ്സിൽ പോവാണ്. കുറെ ആളുകളുണ്ട്. ഞങ്ങൾ മാത്രല്ല, കുറെ ആളുകളുണ്ട്. ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ്. മൺപാത്രങ്ങൾ കൊണ്ടുള്ള ഒരു വിസ്മയാണ് ഇവിടെ. ഇതുണ്ട് മൺപാത്രങ്ങൾ കൊണ്ടുള്ള ജീപ്പ്. ഹാർട്ട് ഷേപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ. കയറാൻ പറ്റില്ലായിരിക്കും മോളെ, അറിയില്ല. 20 മിനിറ്റിലോ? ഇത് പല്ലിയാണോ ഡൈനോസർ ആണോ? അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ബാത്ര ക്രോപ്സ്. ശരിയാ. ഇത് ഫുൾ ഇതുപോലെ മൺപാത്രങ്ങൾ കൊണ്ടുള്ള ആർച്ചും ഓരോരോ സ്റ്റാച്ചു ഒക്കെയാണ്. ഞങ്ങള് ഗാർഡൻ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് ക്ഷീണിച്ച് വരികയാണ്. ഇനി അടുത്തൊരു ഷോയാണ്. ഷോയ്ക്ക് പോകാനുള്ള തിയേറ്ററിലേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അകത്ത് കൂടിയാണ് ഷോയ്ക്കുള്ള വഴി. ടൂറിസ്റ്റ് ഫേവറേറ്റ് എക്സ്പീരിയൻസ്. ഇതാണ് ഒരു സ്കാല തിയേറ്റർ. അതിന്റെ എൻട്രൻസ് ആണ് ഈ സൂപ്പർ മാർക്കറ്റിന്റെ അകത്തേക്ക്. കാരണം ഇതുവഴി വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നു. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഇതൊരു വലിയ സൂപ്പർ മാർക്കറ്റ് ആണ്. ഇതിന്റെ അകത്തേക്കൂടെയാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. നല്ല ഭംഗിയുള്ള ക്യൂട്ട് ക്യാപ്സ്.เชิญพื้นที่คุณสวยนะครับ
ഇപ്പോൾ ഇവിടെ ഏകദേശം 3 മണിയായി. തായ് കൾച്ചറൽ ഷോയും എലിഫൻറ്റ് ഷോയും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലഞ്ചിന് പോയത്. വളരെ വലിയൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഭക്ഷണമായിരുന്നു അവിടെ. നല്ല ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. നമുക്ക് സീറ്റ് നമ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് ആ സീറ്റിൽ പോയിരുന്ന് കഴിക്കാം. നല്ല ഫുഡായിരുന്നു. കൂടുതലും നോർത്ത് ഇന്ത്യൻ ഒരു സ്റ്റൈൽ ഭക്ഷണമായിരുന്നു. കാരണം നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും അവിടെ കുക്കായിട്ടുണ്ടാവുക. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി അണ്ടർ വാട്ടർ വേൾഡാണ്. അപ്പോൾ ഈ ന്യൂനൂച്ച് വില്ലേജിലെ കാഴ്ചകളെല്ലാം ഭയങ്കര സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മുടെ പുറത്തേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റ്. ഇവിടെ എല്ലാം ഭയങ്കര മാർക്കറ്റിംഗ് ആണ്. നമ്മൾ എവിടെയെങ്കിലും പോകുന്ന വഴി അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് വയ്ക്കും. കാരണം ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കാമല്ലോ. ഇവിടെ ഒരു ഡൈനോസർ ഷോപ്പുണ്ട്. അകത്ത് കണ്ട ഡൈനോസറിൻ്റെ എല്ലാം ചെറിയ മിനിയേച്ചേഴ്സ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത അണ്ടർ വാട്ടർ വേൾഡ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.